ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേരളാസ് ഫസ്റ്റ് ഓറഞ്ച് കളറിൽ വരുന്ന ടൈപ്പ് 3 ഹോണ്ട സിറ്റിയാണ്. അപ്പോൾ ഇത് നമ്മളെ മോഡിഫൈഡ് കാറ്റഗറിയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വണ്ടി മാത്രമേ നമുക്ക് ഈ ഒരു മോഡൽ ഹോണ്ട സിറ്റി ഉള്ളൂ. ഇല്ലയെന്നല്ല, ഉണ്ട്, വണ്ടികളുണ്ട്, പക്ഷേ വളരെ ലിമിറ്റഡ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് കാണപ്പെടാത്ത വണ്ടിയാണ്. അപ്പോൾ അതിലും റയറസ്റ്റ് ആയിട്ടാണ് ഈ വണ്ടിയിലുള്ളത്. കാരണം ഇതിൽ കുറേ യുണീക്ക് മോഡിഫിക്കേഷൻസ് എല്ലാം വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽഡ് സ്പെക്ക് പറഞ്ഞു തരാൻ ആദ്യം നമുക്ക് ഓണറെ പരിചയപ്പെടാം. അപ്പോൾ വരൂ. അപ്പോൾ നമ്മൾ ഓഡിയൻസിന് വേണ്ടി ഒരു പേരും സ്ഥലമൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തോളൂ. മുഹമ്മദ് അഫ്സൽ. ഇതോടെ ലൊക്കേഷൻ വരുന്നത് ബ്രോ? കറക്റ്റ് പാലക്കാടാണ്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് പാലക്കാടാണ്. പലർക്കും ഒരു ഡൗട്ടായിരുന്നു നമ്മൾ മലപ്പുറത്തെ വണ്ടികൾ മാത്രമേ വീഡിയോ എടുക്കുള്ളൂ എന്ന്. അപ്പോൾ അതേ മാറ്റിയിട്ടുണ്ട്. നമ്മൾ പാലക്കാട് വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടി എവിടെ ഉണ്ടോ അവിടെ നമ്മൾ വരും അല്ലേ? അതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരളാസ് ഫസ്റ്റ് ഓറഞ്ച് കളറിൽ വന്നിട്ടുള്ള ഹോണ്ട സിറ്റി. അത് വെറും കളറിൽ മാത്രമല്ല, ഇതിൽ ഒരു ബാങ്കർ കിറ്റ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഔട്ടും അതേപോലെ തന്നെ കുറേ യുണീക്ക് മോഡിഫിക്കേഷൻസ് ഈ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട് ബ്രോ. അത് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഹോണ്ട സിറ്റി ടൈപ്പ് 3 അങ്ങനെ വൺ ഓഫ് റയറാണ്. ഉണ്ട്, നമ്മളെ കൊച്ചിയിലൊക്കെ മറ്റേ ബ്രോയുടെ വണ്ടിയൊക്കെ ഉണ്ട്. കമ്പാരിറ്റീവ്ലി സിവിക്കിനെ പറയുമ്പോൾ കുറവാണ്. ഈ മോഡൽ സിറ്റി കുറവാണ്, ടൈപ്പ് 3 കുറവാണ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് ആർക്കെങ്കിലും ഇത് സിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ. എന്തുകൊണ്ട് ഈ ടൈപ്പ് 3 സിറ്റി മോഡിഫൈ ചെയ്യാൻ ചൂസ് ചെയ്തു? ശരിക്കും പറയുകയാണെങ്കിൽ വാപ്പട വണ്ടിയാണ്. അപ്പൊ പിന്നെ അത് നമ്മൾ തൂക്കിയതാണ്. പിന്നെ വണ്ടി പ്രാന്ത് ഉണ്ട്, കുറച്ച് അത്യാവശ്യം ഉണ്ട്. പിന്നെ ഒരു ആഗ്രഹം കൊണ്ട് പണിയാൻ തുടങ്ങിയതാണ് ഈ വണ്ടി. ഇപ്പോഴും നിർത്തിയിട്ടില്ല, പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മോഡിഫിക്കേഷൻ വണ്ടികൾ അല്ല, മോഡിഫൈഡ് വണ്ടികൾ അങ്ങനെയാണ്. അപ്പോൾ ബ്രോ കോൺഫിഡന്റ് ആയിരുന്നോ ഇതിൽ വർക്ക് എടുക്കാൻ? കോൺഫിഡൻസ് ആയി. അതെന്താ വെച്ചാൽ ഇപ്പം എല്ലാവരും നമുക്ക് എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം കുറച്ച് യൂണിക്ക് നോക്കുന്ന ആളാണ്. ഏത് വർക്കിലായാലും കുറച്ച് യൂണിക്നെസ് നോക്കും. അപ്പോൾ എല്ലാവരും സിവിക്ക് അങ്ങനത്തെ ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി പണിയാൻ തുടങ്ങി. അപ്പൊ പിന്നെ പൈസ ഇറങ്ങി പോയിക്കൊണ്ടേ ഇപ്പോഴും പൈസ പോയിക്കൊണ്ടേ ഇരിക്കുന്നു. സാധനം ഒരു എൻഡില്ല. അതിന്റെ ഇടയിൽ വലിയൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് വലുതായിട്ട് ആക്സിഡന്റ് ആയി. അപ്പോ അത് ജീവൻ കിട്ടിയത് ഭാഗ്യം എന്ന് പറയാം. അപ്പൊ ചെലവ് ഒന്നും കൂടി ഒരു റണ്ണിങ് ആക്കാൻ മാത്രം വലിയ സംഖ്യ ആയിട്ടുണ്ട്. നിങ്ങൾ എടുത്ത സമയത്ത് ഫസ്റ്റ് എന്ത് വർക്കാണ് ചെയ്തത്? ഫസ്റ്റ് വർക്ക് എന്ന് പറയുമ്പോ നമുക്ക് ചെറുപ്പത്തിലെടുത്താണ്. ഒരു ലെവൽ 11 വർഷമായിട്ടുണ്ടാവും വണ്ടി എടുത്തിട്ട്. അപ്പൊ ഇത് 2009 മോഡല്. പിന്നെ വാപ്പയുടെ വണ്ടിയായിരുന്നു. പിന്നെ വാപ്പ യൂസ് ചെയ്തു. പിന്നെ ആ ടൈമിൽ തന്നെ ഞാൻ പൈസ ഇറക്കാൻ തുടങ്ങിയതാണ്. അപ്പോ 11 വർഷം മുമ്പ്. അപ്പോ വണ്ടിയില് അലവില് ഫസ്റ്റ് കയറ്റി. ഇതല്ല ഫസ്റ്റ് ഉണ്ടായിരുന്നു. 15 ഇഞ്ച് അലവില് കയറ്റി. അപ്പൊ അത് കയറ്റിയിട്ട് ഒരു 4-5 വർഷം 6 വർഷം യൂസ് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല യൂസ് ചെയ്തു. പിന്നെ വണ്ടിയൊക്കെ പക്ക കമ്പനി സർവീസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ പയ്യെ ഇങ്ങനെ വർക്ക് എടുത്തു. പിന്നെ അങ്ങനെ വർക്ക് എടുത്തു. ഓക്കെ. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് ഇത്ര സ്റ്റേജ് വരെ എത്തി. ഇപ്പൊ ബാങ്കർ കിറ്റ് അതേപോലെ അത്യാവശ്യം നല്ല മോഡ്സ് ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൗഡസ്റ്റ് എക്സോസ്റ്റ് ആണ് ഇപ്പൊ ഈ ഇരിക്കുന്നത്. 6 ഇഞ്ച് 6 ഇഞ്ചാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ്. ഞാൻ വന്നപ്പോഴേ നോക്കിയത് എന്താ അറിയോ, അയ്യോ ഇതെന്താ ഇത്രയും വലിയ പുട്ടുകുറ്റി, നമ്മളെ എക്സാക്ട് പുട്ടുകുറ്റി. ന്യൂസർക്കൊക്കെ അതാണല്ലോ ട്രെൻഡ്. 2009 മോഡലാണ്. അപ്പൊ അതില് എന്തോ ഫേസ് ലിഫ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 5 ബമ്പർ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, ബമ്പർ നമ്മൾ ചെറുതായിട്ടൊന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്തു. ഐ മീൻ ടോപ്പ് മോഡലിന്റെ ബമ്പർ നമ്മൾ കയറ്റിയിട്ടുണ്ട് വണ്ടിയിൽ. ഓക്കെ, ഇതിലിപ്പോ ഫോഗ് ലൈറ്റ് വരുന്ന മറ്റേ ഫോഗ് ലൈറ്റ് ഇല്ല, ഉണ്ടാവില്ല. അപ്പോ ഫോഗ് ലൈറ്റ് ഉള്ള ബമ്പർ കയറ്റിയിട്ടുണ്ട്. ബാക്ക് ഫ്രണ്ട് പിന്നെ സൈഡ് സ്കേർട്ട് GT സ്കേർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ ഫോഗ് ആക്സിഡന്റ് പോയതാണ്, പൊട്ടിയതാണ്. വർക്ക് ഇനി ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ശരിക്കും ഞങ്ങൾ എപ്പോഴും എടുക്കേണ്ടതാണ് വീഡിയോ. അതാണ് ഒന്ന് ഡിലേ ആയപ്പോ വണ്ടി തട്ടി കുറെ കാര്യങ്ങൾ സംഭവിച്ചു. ഇപ്പൊ അടുത്ത പാർട്ട് 2 വരാനുള്ള ടൈമായി. അതെന്തായാലും ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് തന്നെ പക്കയായിട്ട് ഇറക്കും. പക്ഷെ അതൊന്ന് സസ്പെൻസ് ആവട്ടെ. ടൈം എടുത്താലും അടിപൊളിയായിട്ട് ഇറക്കും. അതെ, ഇന്ത്യസ് ഫസ്റ്റ് ആയിരിക്കും അത് ഷുവർ ആയിട്ടും. നമ്മളെ ഹെഡ്ലൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഫുള്ളി കസ്റ്റമൈഡ് ആണ്. എന്താ വെച്ചാൽ ഇന്ത്യസ് ഫസ്റ്റ് ഇന്തോനേഷ്യൻ സ്പെക്ക് ഹെഡ്ലൈറ്റ് നമ്മൾ കസ്റ്റമൈസ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഹെഡ്ലൈറ്റ് ഫുള്ളി കസ്റ്റമൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ അതില് ഒരു പ്രൊജക്ടറും അതേപോലെ റിംഗ് ലൈറ്റ് അതേപോലെ ഇവിടെ ഒരു ഈ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി RGB. RGB
ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ് ഓക്കെ. ഇത് മൊബൈൽ ത്രൂ ആണ് കൺട്രോൾ ചെയ്യുന്നത്? ഫുള്ളി ആപ്പ് കൺട്രോൾ. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഫ്രണ്ട് ബമ്പർ ഇത് ചേഞ്ച് വരുത്തിയതാണ്. പിന്നെ അതേപോലെ എന്താണ് ഹോണ്ടയുടെ ലോഗോ ഫോർജ്ഡ് കാർബൺ ചെയ്തിട്ടുണ്ട്. താഴെ നോക്കണ 2 ഫോഗ് ലൈറ്റും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്ര ഫ്രണ്ട് എന്ന് പറയാനുള്ളത്. ഏജ് ഇപ്പോ ബ്രോ ഞാനൊക്കെ സെയിം ഏജാ. അതെ അതെ. അപ്പൊ എനിക്ക് കോളേജ് കഴിഞ്ഞിട്ടുള്ളൂ, ഒരു 1.5 വർഷം സെയിം ആണ്. അപ്പൊ നമുക്ക് ഫണ്ട് എന്ന് പറയുമ്പോ കോളേജിൽ നിന്ന് കിട്ടുന്ന ഫുഡിനൊക്കെ വീട്ടിൽ നിന്ന് പൈസ തരും. അപ്പൊ ആ പൈസയൊക്കെ 100 സംതിങ്, അപ്പൊ ഒരു 80 ആയിരിക്കും, ചിലപ്പോ 100 ആയിരിക്കും. അപ്പൊ ഈ പൈസ ഒക്കെ എന്ത് ചെയ്യും, ഞാൻ സേവ് ചെയ്യും. ഫുഡ് കഴിക്കില്ല, വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കും. അപ്പൊ ഞാൻ ഈ പൈസ ഒക്കെ സേവ് ചെയ്തിട്ട് വണ്ടിക്ക് ചെലവാക്കും. സ്പെൻഡ് ചെയ്യും. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഫുഡിന് വേസ്റ്റ് ആക്കില്ല. പിന്നെ എന്താ വെച്ചാ ഈ വണ്ടി വന്നപ്പോ തൊട്ട് ഫുള്ള് വർക്ക്, വാപ്പയുടെ എഗ്ഗിന്റെ ബിസിനസ് ഉണ്ട്. ഒരു 50 years ആയി എഗ്ഗിന്റെ. അപ്പോ വാപ്പയുടെ കൂടെ ഹെൽപ്പിന് പോകും. അപ്പൊ എന്തേലേക്ക് തരും. പക്ഷെ അതാണ് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ, അതാണ് സേവിങ് ആക്കി. ഫുഡിന്റെ പറയുമ്പോ അത്ര വലിയ സേവിങ്സ് ഇല്ല. പക്ഷെ ഈ വാപ്പയുടെ കൂടെ പോകുമ്പോ രാവിലെ തൊട്ട് രാത്രി വരെ വർക്ക് ഉണ്ടാവും. പണിക്ക് പോയിട്ടുള്ള പൈസ നമ്മൾ സേവ് ചെയ്തു. ആ പൈസ എന്ത് ചെയ്യും, ഫുൾ വണ്ടിക്ക് ചെലവാക്കും. എനിക്കിന്ന് 1 രൂപ എടുക്കില്ല. ഇതേപോലെ എന്താണ് സേവിങ് ചെയ്തിട്ട് ഇതുപോലെ ഇപ്പൊ പലരും ചോദിക്കും, ഇപ്പൊ നമ്മൾക്കൊന്നും വണ്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറയാം. കഞ്ചാവൊന്നും ഇല്ലല്ലോ, പൈസ ചെലവാകില്ലല്ലോ, പൈസ ചെലവാകാന്. അപ്പൊ വീൽസ് ഏതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്? വീൽസ് നമ്മ GTR Proയുടെ 16 ഇഞ്ച് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, GTR Pro ആണ് ബ്രാൻഡ് വരുന്നത്. ഓക്കെ, ലോ പ്രൊഫൈൽ ടയേഴ്സ് ആണ്. പിന്നെ ഇതിപ്പോ സസ്പെൻഷൻ ഒന്ന് ലോവേർഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഷോക്ക് കംപ്രസ് ചെയ്തിട്ടുള്ള ഹീറ്റ് ചെയ്ത് കംപ്രസ് ചെയ്ത്. അതെ, അങ്ങനെ ഹീറ്റ് ചെയ്ത് കംപ്രസ് ചെയ്ത്. ഓക്കെ, അതാണ് നമുക്ക് പർപ്പസ് സെയിം ആണ്, റേറ്റ് ഡിഫറൻസ് ഉണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു എലമെന്റ് ഒക്കെ ഇതിൽ അഡീഷണൽ ആഡ് ചെയ്തിട്ടുള്ളത് അഡീഷണൽ ആയിട്ട് കൊടുത്തു. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് ബാങ്ക് വണ്ണിനുള്ള പെർഫോമൻസ് കാണാൻ പറ്റും. അവരാണ് ചെയ്തിട്ടുള്ളത്. അവര് വന്നിട്ട് എക്സോസ്റ്റും ബാങ്കറും ബാങ്ക് വണ്ണിന്റെ ആണ്. ഓക്കെ. പിന്നെ നമ്മൾ ഇത് GT സ്കേർട്ട് അല്ലേ, ഇത് നമ്മൾ സിവിക്കിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നത് സെയിം സാധനം. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് റാപ്പ് അല്ലല്ലോ, പെയിന്റ് അല്ലേ? സൺലൈറ്റ് അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഗോൾഡ് ഷെയ്ഡ് ആയിട്ടാണ്. ഓക്കെ. അപ്പൊ ഇതിൽ നമ്മൾ ഷെയ്ഡ് ആഡ് ചെയ്ത പേൾ ആഡ് ചെയ്താ. പിന്നെ എന്താ വെച്ചാൽ രാത്രി ആകുമ്പോ ലൈറ്റ് അടിക്കുമ്പോ അതൊന്ന് ഗോൾഡ് പേൾ ആയിട്ടാണ്. അപ്പൊ അതില് ചെറിയൊരു കസ്റ്റമൈസേഷൻ വരുത്തി. ഓക്കെ, നമ്മളതായിട്ടുള്ള ഒരു യൂണീക്നെസ് ആയിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ സൈഡ് പ്രൊഫൈലിൽ പറയാനുള്ളത്. റിയർ പ്രൊഫൈൽ നമ്മൾ വീൽസും അതേപോലെ തന്നെ ലോവറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി റിയറിലേക്ക് വരുമ്പോഴാണ് വലിയ പുട്ടുകുറ്റി കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ റിയർ പ്രൊഫൈലായിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മളെ പുട്ടുകുറ്റിയാണ്. ഓക്കെ, ഇത് 6 ഇഞ്ചിലെ 6 ഇഞ്ച്. ഓക്കെ, വലിയ മൗത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഔട്ട് കാലം എന്തായാലും വൈകാതെ ഞാൻ കേൾപ്പിച്ചു തരാം. പിന്നെ നമുക്ക് ഇതിന്റെ ടെയിൽ ലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലൈറ്റ് വരും. ഓക്കെ, ഇതങ്ങനെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ഫുൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ മ്യൂഗന്റെ സ്പോയിലർ ആണ് നമുക്ക് ഹോണ്ടയുടെ വണ്ടിയിൽ. പിന്നെ മ്യൂഗന്റെ സ്പോയിലർ ആണ് കോമൺ. പിന്നെ അതേപോലെ തന്നെ സ്പോയിലർ ഉണ്ട് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ താഴെ വരികയാണെങ്കിൽ ബ്രോന്റെ Instagram ഐഡി അതൊക്കെയാണ്, അതൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എക്സോസ്റ്റ് ബാങ്കർ ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഈ മൊഡ്യൂളിൽ എത്ര ടോണാണ് വരുന്നത്? ഇതിൽ ഒറ്റ ടോൺ. അതെങ്ങനെ നമ്മള് ഗൺഷോട്ട് പോലെ മറ്റേ ഫ്ലോ ആയിട്ട് തന്നെ ഗൺഷോട്ട് വരൂല. അതേപോലെ മറ്റൊരു കാര്യം പറയാൻ പറഞ്ഞത് ഫ്ലെയിം കിറ്റ് ഉണ്ട്. പിന്നെ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞി ഇവിടെ ഉണ്ട്. ഡ്രാഗൺ സിറ്റി എന്നാണ് വണ്ടിയുടെ പേര്. ഡ്രാഗൺ സിറ്റി. ഓക്കെ, ആൾക്കാരൊക്കെ പേരിട്ടത് ഡ്രാഗൺ സിറ്റി. ഇതിൽ നമ്മൾ ഇത്രയും വലിയ മൗത്താണെങ്കിൽ പോലും നമ്മൾ ഫ്ലെയിമിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഇപ്പൊ വൈകാതെ കാണിച്ചു തരാം. അപ്പൊ ബ്രോ ഇന്റീരിയർ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുള്ളത്? ഇന്റീരിയർ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ആരും കൂടുതൽ സിറ്റിയിൽ ചെയ്യാത്ത സാധനമാണ് ഈ ഫോർജ്ഡ് കാർബൺ ഫ്ലാറ്റ് സ്റ്റിയറിംഗ് വീൽ. ഒറിജിനൽ സാധനമാണ്. ഓക്കെ, ഇത് ഒറിജിനൽ ആണ് വരുന്നത്. എത്ര കോസ്റ്റ് വന്നിട്ടുണ്ടാവും? ഇതൊരു 20-25K സംതിങ്. എയർ ബാഗ് ഒക്കെ ഉള്ള സാധനമാണ്. ഹോറൺ കവർ എല്ലാം ഇതൊക്കെ ഒറിജിനൽ. ഇത് കാർബൺ ഫൈബറും ഇത് ഫോർജ്ഡ് കാർബൺ. ഓക്കെ, ഒറിജിനൽ സാധനം കസ്റ്റമൈസ് ചെയ്ത് ഞാൻ എടുത്തതാണ്. നമ്മുടെ പഴയതില് ചെയ്തതല്ല, ഒരു പുതിയ സ്റ്റിയറിംഗ് വാങ്ങിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ
പിന്നെ നമ്മ ഇത് RPM മീറ്റർ സെറ്റ് ആക്കിയിട്ടുണ്ട്. പില്ലർ മീറ്റർ കാണാൻ പറ്റും. 3 ടൈപ്പ് വരുന്ന അത്രയും കാണാൻ അടിപൊളിയായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് TV അത് നോർമൽ ആൻഡ്രോയിഡ് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പാർക്കോടെ ഗിയർ നോബ് ഉണ്ട്. അതേപോലെ സ്പാർക്കോന്റെ ഫ്ലോർ മാറ്റ് ഉണ്ട്. നമ്മളെല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ സീറ്റിലേക്ക് വന്നാലും ഫുള്ള് കസ്റ്റമൈസ്ഡ് സീറ്റ് ആണ്. ഓക്കെ, ബക്കറ്റ് സീറ്റ്സ് ആണ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിലിപ്പോ അൽക്കന്താര മെറ്റീരിയൽ ആണ്. അത് നമ്മള് വണ്ടിയുടെ ബോഡി കളർ മാച്ച് ആക്കാൻ വേണ്ടിട്ട് ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട്. നൈസ് ആയിട്ടുണ്ട്. നല്ല കംഫോർട്ടാണ് ഇരിക്കാനും പോകാനൊക്കെ ഓടിക്കാനൊക്കെ. അതെ, ഇപ്പൊ എല്ലാ സപ്പോർട്ടും ഉണ്ടല്ലോ, സൈഡിൽ നിന്നായാലും ലംബർ സപ്പോർട്ടെല്ലാം എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ സ്പാർക്കോന്റെ ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെ, എന്താണ് സ്പാർക്കോ അങ്ങനെ ഉപയോഗിക്കാൻ കാരണം? സ്പാർക്കോട് അല്ലേ, ഞാൻ ഏത് മോഡിഫൈഡ് വണ്ടി എടുത്തു കഴിഞ്ഞാലും എല്ലാ സ്പാർക്കോ ആയിരിക്കും. സ്പാർക്കോ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം. ഓക്കെ, അതില് ഡൂപ്പ് വരുന്നുണ്ട്, ഐ മീൻ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്, ഒറിജിനൽ ഉണ്ട്. പക്ഷേ അത്യാവശ്യം രണ്ടായാലും എന്താ സ്പാർക്കോ അല്ലേ? അതെ, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അതിന്റെ ആ ഒരു സ്പാർക്കോടെ ലെറ്ററിൽ തന്നെ കാണും അതിന്റെ ഒരു ബ്യൂട്ടി. നല്ല അത്യാവശ്യം നന്നായി കാണാൻ പറ്റും. മാറ്റിലും കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് കഴിക്കാൻ ഒരു ടൈം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാട്ടോ ഒരു ചെറിയൊരു വൃത്തിക്കുറവ്. നമുക്ക് ഞാൻ പെട്ടെന്ന് തൂക്കിയതാണ് ആളെ. അതാണ്. പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റ് വന്നിട്ട് കറക്റ്റ് ഒരു സെയിം കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന് മാച്ച് ആക്കിയിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് റിയറിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഇതുണ്ടല്ലേ? ഒന്നും വീട്ടിലാണ്, ഒന്നവിടെ വീട്ടിൽ വെച്ചിട്ട് എന്താ TV കാണാനോ? ഓക്കെ, അപ്പോൾ ബാക്കിൽ നമ്മൾ സീറ്റും കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആണ്. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഇവിടെ നോക്കണ ഹാൻഡ് റെസ്റ്റ്, ഡോർ പാഡിൽ നമ്മൾ ഹാൻഡ് റെസ്റ്റ് ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അൽക്കന്താര മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓറഞ്ച് കളറിനെ കൊടുത്താണ് ശരിക്കും ഫസ്റ്റത്തെ കളർ. ഈ ഫസ്റ്റ് കളറിന് നമ്മൾ ഒന്നും കൂടിയും ബ്യൂട്ടി ആക്കി മാറ്റി, ഈ ഒരു പേൾ ആഡ് ചെയ്തിട്ട്. ഫസ്റ്റത്തെ കളർ ഒരു ഓർമ്മയായിട്ട് ഇരിക്കട്ടെ വെച്ചിട്ട്. ബ്രോ, അപ്രോക്സിമേറ്റ് എത്ര കോസ്റ്റ് ഇതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? ഇപ്പൊ വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. ടെസ്റ്റിന്റെ മുമ്പ് വന്നിട്ട് ഫൈബർ കിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ടെസ്റ്റിന് മുമ്പ്. അപ്പോൾ ഫൈബർ കിറ്റ് പിന്നെ അലിവില് അതൊക്കെ കൂടിയിട്ട് ഒരു 3 ലക്ഷം കാണും. ഓക്കെ, പിന്നെ ഈ ടെസ്റ്റിന് മാത്രം 3.25 ചെലവാക്കി. പെയിന്റിങ്, ഫുൾ ബോഡി ടിങ്കറിങ്, പിന്നെ അലിവില് അത് ഇത് എല്ലാ ചെലവും കൂടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിനേക്കാൾ റേറ്റ് ആയില്ലേ? അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മളെ റിയാലിറ്റി. മോഡിഫൈഡ് കാർസിന്റെ റിയാലിറ്റി ഇതാണ്. വണ്ടിനേക്കാൾ പൈസക്കാർ നമ്മൾ മോഡിഫിക്കേഷൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇൻഷാല്ലാ അടുത്ത പാട്ട് നമുക്ക് എന്തായാലും വരെയായിരിക്കും. വന്നിട്ട് ഇൻഷാല്ലാ വണ്ടി അടിപൊളിയായിരിക്കും ബിൽഡ്. അതെന്തായാലും ഞാൻ ഒന്ന് ഹൈപ്പ് തരാം. കുറച്ച് കാര്യങ്ങൾ ബ്രോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതൊക്കെ വൈകാതെ വരും. ബിക്കോസ് മറ്റുള്ളവര് എങ്ങനെയാ പൈസ വാങ്ങി വണ്ടിക്ക് ചെലവാങ്ങുന്നത് നമുക്കറിയില്ല. നമ്മ വന്നിട്ട് വീട്ടിൽ വാങ്ങില്ല. അപ്പൊ നമ്മുടേതായ സേവിങ്സ് കുറച്ച് ടൈം എടുക്കും. അതിൻ്റെതായ ടൈം എടുക്കും. എന്തായാലും ടൈം എടുത്താലും വർത്തായിരിക്കും സാധനം. ഷുവർ, അതെന്തായാലും ഒരു ബിൽഡ് ഞാൻ ആക്കും. ബ്രോ പറഞ്ഞ വർക്കുകളൊക്കെ ഇതിൽ കയറാണെന്നുണ്ടെങ്കിൽ കിടിലാവും. അടിപൊളി. നമ്മ എന്തായാലും ഇൻഷാല്ലാ ഞാൻ ഉറപ്പ് തരാം. എന്തായാലും കേറ്റ് കാണിക്കും. അതെ, അപ്പൊ നമ്മൾ ഒരു പാർട്ട് 2 ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ അസ്സലാമു അലൈക്കും, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു സ്ഥലം കിടിലം വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.